ഇതുവരെ വന്ന ഒരു ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൈപ്പാണല്ലോ മാർക്കോ എന്ന ചിത്രത്തിന് തുടക്കം മുതൽക്ക് തന്നെ കിട്ടിയിരിക്കുന്നത്. മലയാളത്തിൽ ഏറ്റവും വലിയ വയലൻസ് നിറഞ്ഞ ചിത്രമാണ് എന്നാണ് ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓരോ പോസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ ടീസറിനെല്ലാം മികച്ച സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയത്. നിവിൻ പോളി ചെയ്ത മികായിൽ എന്ന ചിത്രത്തിലെ ഉണ്ണി മുകുന്ദൻ ചെയ്ത വില്ലൻ ക്യാരക്ടർ മാർക്കോ എന്ന കഥാപാത്രത്തെ വീണ്ടും വെള്ളിത്തിരയിൽ എത്തിക്കുകയാണ് സംവിധായകൻ അനീഫ് അദേനി. അതിനേക്കാളും ഹെവി ഡോസ് കൂട്ടിയിട്ടാണ് ഉണ്ണി മുകുന്ദനെ ഈ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള എന്ത് അപ്ഡേറ്റ് വരുമ്പോഴും അതിലെല്ലാം മികച്ച വയലൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോണി മ്യൂസിക് ആണ് ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ ഒരു പോസ്റ്ററിൽ പോലും ചിത്രത്തിന്റെ വയലൻസ് കാര്യങ്ങളെല്ലാം കണ്ടില്ല. അപ്പോൾ സിനിമയിലുടനീളം മാക്സിമം വളരെ വലിയ രീതിയിലുള്ള വയലൻസ് ഒളിപ്പിച്ച മലയാളത്തിലെ മെഗാ സിനിമ തന്നെയായിരിക്കും മാർക്കോ എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിലെ ബ്ലഡ് എന്ന് പറയുന്ന ഫസ്റ്റ് സിംഗിൾ സോങ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ദബ്സി ആയിരുന്നു ആ ഒരു പാട്ട് പാടിയത്. ആ ഒരു പാട്ടിന്റെ മികച്ച രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ. മ്യൂസിക്കിനും ലിറിക്സിനൊക്കെ നല്ല രീതിയിലുള്ള അഭിപ്രായം കിട്ടിയപ്പോൾ ദബ്സിയുടെ വോയിസിനാണ് മികച്ച രീതിയിലുള്ള ട്രോൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം സന്തോഷ് വെങ്കിയെ കൊണ്ട് വീണ്ടും പാടിപ്പിച്ച് വീണ്ടും പാട്ട് റിലീസ് ചെയ്തു. ആ ഒരു പാട്ടിന് തർക്കേടില്ലാത്ത അഭിപ്രായം നേടാൻ സാധിച്ചു. എന്നാൽ മാർക്കോ ടീമിന്റെ ഈ ഒരു പ്രവണതയോട് ചിലർ അനുകൂലിക്കുകയും ചിലർ എതിർക്കുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അതോ ഉണ്ണി മുകുന്ദനും ടീമും ഇത് പ്രൊമോഷന് വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് വിമർശിക്കുന്നവരും രംഗത്തെത്തിയിട്ടുണ്ട്. ഡിസംബർ 20-ാം തീയതി ക്രിസ്തുമസ് റിലീസായിട്ടാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി വരുന്ന സിനിമയുടെ മറ്റുള്ള ടീസറിനും മികച്ച വരവേൽപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുന്നത്. ക്രിസ്തുമസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുന്ന സിനിമകളിൽ ഏറ്റവും വലിയ ഹൈപ്പുള്ള സിനിമയാണ് മാർക്കോ. അതോടൊപ്പം തന്നെ ക്രിസ്തുമസിന് റിലീസാവുന്ന മറ്റൊരു ലാലേട്ടൻ മൂവിയാണ് ബറോസ്. മാർക്കോ റിലീസ് ചെയ്ത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലറിന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വരവേൽപ്പൊന്നും ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നിട്ട് പോലും കിട്ടിയിട്ടില്ല. ട്രെയിലർ റിലീസായി 1 വീക്കിലേക്ക് എത്തപ്പെട്ടിട്ടും മലയാളത്തിലെ ഏറ്റവും വലിയ 3D പാൻ ഇന്ത്യൻ മൂവിയായി തിയേറ്ററിൽ എത്തുന്ന ലാലേട്ടൻ മൂവിന് വ്യൂവും കാര്യങ്ങളെല്ലാം വെറും 27 ലക്ഷത്തിൽ മാത്രമേ എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. 86K ലൈക്കുകളും ട്രെയിലർ നേടിയിട്ടുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന ലെവലിലും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ എന്ന നിലയിലും ഈ ഒരു ലൈക്കുകളും അതോടൊപ്പം തന്നെ ഈ ഒരു വ്യൂ ഒന്നും ട്രെയിലറിന് കണ്ടാൽ പോരാ. എന്തായാലും സിനിമ നന്നാവട്ടെ. ഡിസംബർ 25-ാം തീയതി മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ പിറവി എടുക്കുന്ന ദിവസമായി തീരട്ടെ. ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷകർ സ്വീകരിക്കപ്പെട്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജുനോജിനാസ്.